എയ്ത്ത് സ്റ്റാൻഡേർഡിന്റെ കേരള പാഠാവലിയിലെ ഓണം എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാ സബ്ജക്റ്റിനും റെഫർ ചെയ്യുക, കാരണം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ ക്വസ്റ്റ്യൻസിന് ആൻസർ മാത്രമല്ല കൊടുക്കുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ അതിലെ കംപ്ലീറ്റ് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ആസ്വാദന കുറിപ്പും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ നമുക്ക് എപ്പോഴും ഇതുപോലുള്ള ഓപ്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ആൻസേഴ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ്. 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. 3 മാർക്ക് വീതമാണ് ഉള്ളത് കേട്ടോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കി മാറ്റി എഴുതുക. എൻ്റെ അപ്പച്ചന്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത്. ഇത് നമ്മൾ എന്ത് വേണം? ലഘുവാക്യങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ സെന്റൻസ് ആയിട്ട് നമ്മൾ എഴുതണം. എൻ്റെ അപ്പച്ചന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സാറും. അവർ ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത്. നമ്മൾ ആ വലിയ സെന്റൻസിനെ ലഘൂകരിച്ച് 2 സെന്റൻസ് ആയിട്ട് എഴുതി. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ തിങ്കളാഴ്ച നല്ല ദിവസം പ്രദർശിപ്പിക്കുന്നു. ഇതിന്റെ പ്രചാരണത്തിന് ആവശ്യമായ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. സൂചന, രചന, സംവിധാനം പി പത്മരാജൻ, നിർമ്മാണം എം മണി, അഭിനേതാക്കൾ കവിയൂർ പൊന്നമ്മ, മമ്മൂട്ടി. അപ്പൊ എം മണി എഴുതിയ അവിടുത്തെ ആരൊക്കെ അഭിനയിച്ചിരിക്കുന്നത്? മമ്മൂട്ടിയും കവിയൂർ പൊന്നമ്മയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിനാണ് അവർ അതിൽ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ആ പോസ്റ്ററിന്റെ മോഡൽ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ഹെഡിങ് വേണം, ഡേറ്റ് വേണം, എപ്പോഴാണ്, സമയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ഹെഡിങ് കൊടുത്തു, ഫിലിം ഫെസ്റ്റിവൽ തിങ്കളാഴ്ച നല്ല ദിവസം പ്രദർശിപ്പിക്കുന്നു. അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴവും കുടുംബ ബന്ധങ്ങളുടെ വിലയും ഓർമ്മിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ ചിത്രം. രചന, സംവിധാനം പി പത്മരാജൻ, നിർമ്മാണം എം മണി, അഭിനേതാക്കൾ കവിയൂർ പൊന്നമ്മ, മമ്മൂട്ടി തുടങ്ങിയവർ. വേദി, വിദ്യാഭ്യാസ കലാസാഹിത്യ വേദി. തീയതി അത് നിങ്ങൾ എഴുതണം. സമയം അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എഴുതാം. എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. ഇങ്ങനെയാണ് അതിന്റെ ഒരു മോഡൽ വരെ. ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് എന്താണ് കണ്ടന്റ്, അതിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ആരൊക്കെയാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്, അതുപോലെ എവിടെ വെച്ച് നടക്കുന്നു, എന്നാണ് നടക്കുന്നത്, ഏതാണ് സമയം, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. വലിച്ചു വാരി നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 7th ക്വസ്റ്റ്യൻ, നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ പനിനീർ പൂവ്. കവിയുടെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ജീവിത സന്ദേശം എന്തെല്ലാം വ്യക്തമാക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം ആദ്യം എഴുതാം. അത് കഴിഞ്ഞ് പനിനീർ പൂ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഒരു ആസ്വാദന കുറിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അവിടുത്തെ 2 വരികൾ നമ്മൾ ആദ്യം എടുത്തെഴുതി വെച്ചു. ഉള്ളൂർ കവിതയിൽ നിന്നെടുത്ത ഈ വരി പ്രാരംഭത്തിലെ തെറ്റായ വിലയിരുത്തലിന്മേലുള്ള കവിയുടെ പശ്ചാത്താപമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം കവിക്ക് പശ്ചാത്താപമാണ് ഉണ്ടാവുന്നത് കേട്ടോ. നിന്റെ ജീവിതം മോശമാണെന്ന് താൻ പറഞ്ഞതിനെ കുറിച്ച് കവി മാപ്പ് ചോദിക്കുന്നു. പൂവിനോടുള്ള കവിയുടെ മനോഭാവത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. മുമ്പ് നിന്ദയോടെ കണ്ടിരുന്ന പൂവിനെ ഇപ്പോൾ ഓമനെ എന്ന സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുന്നു. ആദ്യം പൂവിനൊക്കെ കാണുമ്പോൾ അധികം അങ്ങനെ ബഹുമാനമോ സ്നേഹമോ തോന്നില്ല, നിന്ദിക്കുക, അവോയ്ഡ് ചെയ്യുക. എന്നാൽ ഇപ്പോ അതിനെ ഓമനെ എന്നാണ് വിളിക്കുന്നത്. ഇത് കവിയുടെ കാഴ്ചപ്പാടിന്റെ പരിവർത്തനത്തെ വ്യക്തമാക്കുന്നു. ക്ഷണികമെന്ന് തോന്നുമെങ്കിലും അവയുടെ ജീവിതം ലക്ഷ്യപൂർണവും സൗന്ദര്യപൂർണവുമാണെന്ന് കവി തിരിച്ചറിയുന്നു. കാര്യം, ഒരു പൂ എന്ന് പറയുന്നത് ജനിക്കാൻ കുറച്ച് സമയമുള്ളൂ. അത് കുറെ നാളൊന്നും, കുറെ വർഷങ്ങളൊന്നും ആ പൂ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ വാടി വീഴുന്നുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ജീവിതം ലക്ഷ്യപൂർണമാണ്. കാരണം അവര് ഒരു പൂവായിട്ട് വിരിയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് അവർ ലക്ഷ്യം പ്രാപിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ സവിശേഷമായ പങ്കും സൗന്ദര്യവുമുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയാത്തത് പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിന്റെയും അറിവിന്റെയും പരിമിതി കൊണ്ടാണ്. ഇവിടെ നൽകിയിട്ടുള്ള ഉദ്ധരണികൾ ഇതിന് മികച്ച ഉദാഹരണമാണ്. ഇവിടെ തന്നിട്ടുള്ള സന്ദർഭങ്ങൾ അതിന് മികച്ച ഉദാഹരണമാണ്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണ്ടേ എന്ന് നമുക്ക് നോക്കാം. പനിനീർ പൂ ആസ്വാദന കുറിപ്പ്. പൂക്കളുടെ സൗന്ദര്യവും അവ മനുഷ്യ ജീവിതത്തിൽ നൽകുന്ന സന്തോഷവും നന്മയും മഹത്വവും അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായ കവിതയാണ് ഉള്ളൂരിന്റെ പനിനീർ പൂവ്. വളരെ ഗൗരവമുള്ള ആശയങ്ങൾ ലളിതവും മനോഹരവുമായ ഭാഷയിലാണ് കവി അവതരിപ്പിക്കുന്നത്. പൂക്കളുടെ സൗന്ദര്യത്തിനപ്പുറം അവയുടെ ജീവിത മൂല്യവും മനുഷ്യന് നൽകുന്ന സംഭാവനകളും കവിത ചൂണ്ടിക്കാട്ടുന്നു. പനിനീർ പൂവിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനിടയിൽ അതിന്റെ ജീവിതം വളരെ നിസാരമാണെന്ന് കവി ആദ്യം കരുതുന്നു. എന്നാൽ പിന്നീട് തന്റെ ധാരണ തെറ്റാണെന്ന് കവി തിരിച്ചറിയുന്നു. സുഗന്ധവും തേനും സൗന്ദര്യവും നൽകി പൂക്കൾ മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നു. ഒരു പൂവ് വിരിയുക, വാടി വീഴുക, അതിനപ്പുറം അപ്പൊ അവരുടെ ജീവിതം വളരെ ലളിതമാണ്, അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ മറുവശം പിന്നീട് ചിന്തിക്കുകയാണ്. എന്താണ് അത്? ഒരു സുഗന്ധം, സ്മെല്ല് തരുന്നുണ്ട്, തേൻ തരുന്നുണ്ട്, സൗന്ദര്യം നൽകുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നൽകുന്ന ഒന്നല്ലേ ഈ ഒരു പൂക്കൾ എന്ന് പറയുന്നത്.
പൂക്കൾ തലയിണയായും മംഗളകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാനും വീരന്മാർക്ക് ചാർത്താനും കഴിയുന്നു. ഇനി അതിനാൽ അവയുടെ ചെറിയ ആയുസ്സിനെ മാത്രം കണക്കാക്കി അവയുടെ മഹത്വത്തെ വിലയിരുത്താനാവില്ല, ശരിയല്ലേ? പൂക്കള് വിരിയുന്നുണ്ട്, അത് വാടി വീഴുന്നുണ്ട്, അപ്പൊ അതിന് ചെറിയ ആയുസ്സാണ് എന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ പൂക്കൾ ഇല്ലാത്തതുണ്ടോ? എല്ലാ മഹത്തരമായിട്ടുള്ള സന്ദർഭങ്ങളിലും പൂക്കളുണ്ട്. പൂക്കൾക്ക് മരുഭൂമിയെ പോലും പൂന്തോട്ടമാക്കാനും ദുഃഖിതമായ മനസ്സുകളിൽ സന്തോഷം പകരാനും കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പൂക്കൾ ലോകത്തിന് നന്മയും സൗന്ദര്യവും നൽകുന്നവരായി കവി കണക്കാക്കുന്നു. പൂക്കളെ അന്നപൂർണേശ്വരിമാരോടും ദേവതമാരോടും കവി സാദൃശ്യപ്പെടുത്തുന്നു. അപ്പൊ അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം നൽകുന്ന ആ ഒരു ഐശ്വര്യ ദേവതയെ നമ്മൾ പറയുന്നതാണ്. അതുപോലെ ദേവതമാരോടുമാണ് കണക്കാക്കുന്നത്. എന്തു പറഞ്ഞാൽ ദൈവ ചൈതന്യത്തോട് കൂടിയിട്ടുള്ള ഒന്നാണ് പൂവെന്നാണ് കവി കരുതുന്നത്. അതങ്ങനെയാണല്ലോ, നമുക്കറിയാം ഒരു പൂജ ചെയ്യുമ്പോൾ വരെ അവിടെ പൂക്കളുടെ സാന്നിധ്യം ഉണ്ട്. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മാത്രമല്ല മനുഷ്യന്റെ മാനസിക ജീവിതത്തിനും പൂക്കൾ വലിയ സംഭാവന നൽകുന്നു എന്ന ആശയം ഇതിലൂടെ വ്യക്തമാക്കുന്നു. കവിതയിലെ ഭാഷ ലളിതവും ഹൃദയസ്പർശിയുമാണ്. അക്ഷരങ്ങളുടെ ആവർത്തനത്തിലൂടെയും താളാത്മകമായ പദപ്രയോഗങ്ങളിലൂടെയും ശബ്ദഭംഗി സൃഷ്ടിച്ചിരിക്കുന്നു. മനോഹരമായ പ്രയോഗങ്ങളും സാദൃശ്യങ്ങളും കവിതയുടെ ആസ്വാദ്യത വർദ്ധിപ്പിക്കുന്നു. പൂക്കളെ ദേവതമാരോടും അന്നപൂർണേശ്വരിമാരോടും താരതമ്യം ചെയ്യുന്നത് കവിതയുടെ ഭാവ തീവ്രത കൂട്ടുന്നു. പനിനീർ പൂവിനെ കുറിച്ചുള്ള കവിയുടെ ചിന്തയിൽ നിന്ന് ആരംഭിച്ച് മനുഷ്യജീവിതത്തിന്റെ വലിയൊരു സത്യത്തിലേക്കാണ് കവിത നമ്മെ നയിക്കുന്നത്. പ്രകൃതിയിലെ ഓരോ വസ്തുവിനും അതിൻ്റെതായ പ്രാധാന്യവും ധർമ്മവും ഉണ്ടെന്ന് പുറമെ കാണുന്ന രൂപമോ ആയുസോ മാത്രം നോക്കി ഒന്നിനെയും വിലയിരുത്തുന്നതും കവി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പുറമെ ഇപ്പം നമ്മൾ മനുഷ്യരെ ആയാലും നമ്മൾ പുറമെ ഒരാളെ കണ്ട് നമ്മൾ ആളെ വിലയിരുത്താൻ പാടില്ല. പല കോടീശ്വരന്മാരും വളരെ ലളിതമായിട്ടാണ് നടക്കുന്നത്. ഇനി പല ഇല്ലാത്ത ആൾക്കാരും വളരെ എന്താ പറയുക കോടീശ്വരന്മാരായി നടക്കുന്നുണ്ട്. അതും വേണ്ട. ചില ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ആൾക്കാരാന്ന് വിചാരിക്കും, പക്ഷെ എല്ലാ മനുഷ്യരും നല്ലതാവണമെന്നില്ല. പുറമോടി കൊണ്ട് നമ്മൾ ഒരാളെ വീക്ഷിക്കാൻ പാടില്ല. തെരുവിലിരിക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ ചില ആൾക്കാരെങ്കിലും ചിലപ്പോൾ അവജ്ഞതയോടുകൂടി പോവും, അയ്യോ അവരെങ്ങനെ. പക്ഷെ ചിലപ്പോൾ നാളെ നമുക്കൊരു ആവശ്യം വന്ന് സഹായിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ മനുഷ്യന്മാരുടെ പൂക്കളുടെ ജീവിതം മനുഷ്യന്മാരുടെ ജീവിതമായിട്ട് അവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതിനാൽ ആശയ ഗൗരവവും ശബ്ദഭംഗിയും പ്രയോഗ ഭംഗിയും സാദൃശ്യങ്ങളും ഒത്തുചേർന്ന മികച്ച കവിതയാണ് പനിനീർപ്പൂവ്. ഒരുപാട് പ്രയോഗ ഭംഗി പറയുന്നുണ്ട്, ശബ്ദ ഭംഗി പറയുന്നുണ്ട്, ആശയ ഗൗരവങ്ങൾ പല കാര്യങ്ങളും ഗൗരവമായിട്ടാണ് അവിടെ പറയുന്നത്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, അഹന്ത കൊണ്ടഴുക്കപ്പെട്ടിടാത്ത പുണ്യമൊന്നു ഞാൻ മഹത്തരം, സിസ്റ്റർ മേരി ബെനീറ്റ്ന. മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. മുഹമ്മദ് ഇക്ബാൽ. മനുഷ്യജീവിതത്തെ പറ്റി രണ്ട് കവികളുടെയും കാഴ്ചപ്പാടുകൾ ഒന്ന് തന്നെയാണോ? നിങ്ങളുടെ നിരീക്ഷണങ്ങളും കുറിക്കുക. രണ്ട് കവികളുടെയും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. മനുഷ്യജീവിതം മഹത്തായും വിലപ്പെട്ടതുമാണെന്നാണ് ഇരുവരും കരുതുന്നു. മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയും സമൂഹത്തിനും ലോകത്തിനും നന്മ ചെയ്യുകയും ചെയ്യുന്നതിലാണ് മനുഷ്യജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് രണ്ട് കവികളും വ്യക്തമാക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വന്നാൽ അത് ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ ഈ ഒരു വേൾഡിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നന്മകൾ എന്താണോ നല്ലത് എന്താണോ നമ്മൾ അത് ചെയ്തു കൊടുക്കണം. എന്നാലാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ യഥാർത്ഥ അർത്ഥം വരുന്നത് എന്നാണ് പറയുന്നത്. അതിനാൽ മനുഷ്യനെ നന്മയിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുന്നത് ഇരുവരുടെയും കാഴ്ചപ്പാടാണ്. അപ്പൊ രണ്ടാളുടെ കാഴ്ചപ്പാട് മനുഷ്യരെ പറ്റിയിട്ട് തന്നെയാണ്. മനുഷ്യന്മാരെ അഹന്തയൊക്കെ മാറ്റിവെച്ച് അവര് പുണ്യമായിട്ടുള്ള രീതിയിൽ നടക്കണം. മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കണം. അതിനെ കുറിച്ചിട്ടാണ് രണ്ടാൾക്കാരും പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. 5 മാർക്കിന്റെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അമ്മ കാറിലേക്ക് കയറിയിരുന്നു. നാരായണക്കുട്ടി ഡോർ അടച്ചു. അകലെ പശു കരഞ്ഞു. അമ്മ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. തിങ്കളാഴ്ച നല്ല ദിവസം. സംഭാഷണങ്ങൾ മാത്രമല്ല ദൃശ്യവിവരണങ്ങൾ കൂടിയാണ് സിനിമയെ ആകർഷമാക്കുന്നത്. പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, അല്ലെങ്കിൽ സമർത്ഥമാക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ആ ചാപ്റ്ററിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ചാപ്റ്ററിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ആൻസർ ആയി. അപ്പൊ എന്താണ് ആ ഒരു ചാപ്റ്ററിൽ എന്ന് അറിയാം. ആ ചാപ്റ്റർ ഒരു ഫിലിമാണ് കേട്ടോ. അപ്പൊ ഫിലിമിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് നോക്കാം. പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1985 പുറത്തിറങ്ങിയ ശ്രദ്ധേയമായ മലയാള ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. മമ്മൂട്ടി, കവിയൂർ പൊന്നമ്മ, കരമന ജനാർദ്ദനൻ നായർ, ശ്രീവിദ്യ തുടങ്ങിയ പ്രമുഖർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ആ വർഷത്തെ മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ഈ സിനിമയ്ക്ക് ലഭിച്ചു. മക്കളും ചെറുമക്കളും കുടുംബ വീട്ടിൽ ഒത്തുചേരുന്നതോടെയാണ് സിനിമയുടെ കഥ വികസിക്കുന്നത്. അമ്മയുടെ പിറന്നാളും കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലുമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് കാരണം. അമ്മയോടും കുടുംബ വീടിനോടുമുള്ള മക്കളുടെ സമീപനത്തിന് വീടിനുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്.
അമ്മയുടെ സ്നേഹവും ത്യാഗവും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന മക്കളുടെ സ്വാർത്ഥത സിനിമയിൽ വ്യക്തമായി കാണാം. മക്കൾക്ക് സ്വന്തം ജീവിതത്തിലെ തിരക്കുകളും സൗകര്യങ്ങളുമാണ് കൂടുതൽ പ്രധാനമാകുന്നത്. എന്നാൽ അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. മക്കൾ അകന്നു പോകുമ്പോഴും അവരുടെ വരവിനായി കാത്തിരിക്കുന്ന അമ്മയുടെ മനസ്സ് ഏറെ വേദനാജനകമാണ്. ഒടുവിൽ മക്കളുടെ സ്വാർത്ഥമായ സമീപനം തിരിച്ചറിഞ്ഞ അമ്മ എടുക്കുന്ന തീരുമാനം പ്രേക്ഷകരെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെടുന്നതും ഭൗതിക നേട്ടങ്ങൾക്ക് മനുഷ്യബന്ധങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതുമാണ് സിനിമ പ്രധാനമായും അവതരിപ്പിക്കുന്നത്. അമ്മയുടെ സ്നേഹവും മക്കളുടെ സ്വാർത്ഥതയും തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ ശക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു. കുടുംബത്തിലെ ബന്ധങ്ങൾ വെറും കടമകളല്ലെന്നും സ്നേഹവും പരിഗണനയും കൂടിയാണ് അവയുടെ അടിസ്ഥാനമെന്നും സിനിമ ഓർമ്മിപ്പിക്കുന്നു. ലളിതമായ കഥാസന്ദർഭങ്ങളിലൂടെയാണ് സ്വാഭാവികമായ സംഭാഷണങ്ങളിലൂടെയും സംവിധായകൻ ശക്തമായ സാമൂഹിക സന്ദേശമാണ് നൽകുന്നത്. കഥാപാത്രങ്ങളുടെ അഭിനയവും സംഭാഷണങ്ങളും സിനിമയുടെ ഭാവതീവ്രത വർദ്ധിപ്പിക്കുന്നു. അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവിധ തലങ്ങൾ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നതിനാൽ ചിത്രം പ്രേക്ഷകന്റെ മനസ്സിൽ ഏറെക്കാലം നിലനിൽക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ വിലയും മാതാപിതാക്കളോടുള്ള മക്കളുടെ ഉത്തരവാദിത്തവും ഓർമ്മിപ്പിക്കുന്ന മികച്ച ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ഇന്നത്തെ സമൂഹത്തിലും പ്രസക്തമായ പല ചോദ്യങ്ങളും ഈ സിനിമ നമ്മുടെ മുന്നിൽ ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും ഹൃദയസ്പർശിയായ അനുഭവം നൽകുകയും ചെയ്യുന്ന ഒരു ശ്രദ്ധേയമായ ചലച്ചിത്രമാണ് ഇത്. അമ്മയോട് അവള് പറയാണ്ട് അമ്മയെ അവിടെ വെറുതെ സദനത്തിലാക്കാനുള്ള പ്ലാനിലാണ് മക്കളെല്ലാരും. അപ്പൊ മക്കളോട് എന്നാ അമ്മയ്ക്ക് ഒരു സ്നേഹം കുറയുന്നില്ല കേട്ടോ. മക്കള് തന്നെ ഉപേക്ഷിച്ചു പോലെ അവരുടെ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അവര് പോവാ. അപ്പോൾ എന്നാലും മക്കളോട് ദേഷ്യമില്ലാതെ അവരെ കാത്തിരിക്കുന്ന ഒരു അമ്മയെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുക. പക്ഷെ അമ്മ അവിടെ തിരിച്ച് അവരെ കാത്തിരിക്കുമ്പോഴും ആ വീട് വിൽക്കുക, സ്ഥലം വിൽക്കുക, അമ്മയെ വൃദ്ധസദനത്തിലാക്കുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അതങ്ങനെ അമ്മ അറിഞ്ഞുകൊണ്ട് അമ്മ തന്നെ സ്വമേധയെ അവിടുന്ന് പോവാണ്. പോകുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ആരും എന്നെ കാണാനായിട്ട്, കൊച്ചുമക്കളോ മക്കളോ ആരും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പൊ അതിൽ വൈകാരികമായിട്ട് നമുക്ക് എഴുതേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് 2 കവിതകളിലെ വരികൾ തന്നിട്ടുണ്ട്. പൂക്കളെ കുറിച്ചുള്ള 2 കവികളുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വൈലോപ്പിള്ളി എഴുതിയ വരികളുണ്ട്, ഉള്ളൂർ എഴുതിയ വരികളുണ്ട്. വായിച്ചു നോക്കുക. 2 കവിതകളും പൂക്കളുടെ സൗന്ദര്യവും മനുഷ്യജീവിതവുമായുള്ള അവയുടെ ബന്ധവും അവതരിപ്പിക്കുന്നു. ആദ്യ കവിതയിൽ പൂക്കളെ മനുഷ്യജീവിതത്തിന് സന്തോഷവും സൗന്ദര്യവും പകരുന്നവയായി കാണുന്നു. പൂക്കളുടെ സുഗന്ധവും ഭംഗിയും മനുഷ്യന്റെ മനസ്സിന് ആനന്ദം നൽകുന്നു. രണ്ടാമത്തെ കവിതയിലും പൂക്കളുടെ നിഷ്കളങ്കതയും പുഞ്ചിരിയും മനുഷ്യജീവിതത്തിന് മാതൃകയാക്കുന്നു. പൂക്കളെ പോലെ സന്തോഷത്തോടെ സ്നേഹത്തോടെയും ജീവിക്കണമെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് മാതൃകയാവുന്നത്? പൂക്കളെ പോലെ നിങ്ങളും സന്തോഷത്തോടെ അതുപോലെ തന്നെ സ്നേഹത്തോടെ ജീവിക്കണം എന്ന് കവി പറയാണ്. ഇരു കവിതകളിലും പൂക്കൾക്ക് പ്രതീകാത്മകമായ സ്ഥാനമാണുള്ളത്. പ്രകൃതി സൗന്ദര്യത്തെ ആസ്വദിക്കുന്നതിനൊപ്പം മനുഷ്യജീവിതത്തിൽ നന്മയും സന്തോഷവും നിറയ്ക്കുക എന്ന ആശയമാണ് 2 കവിതകളും മുന്നോട്ട് വയ്ക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. അതിലെ 2 ലൈൻസ്. ഇനി എനിക്ക് എന്തിനാ പെൻസില്, ഇനി എന്റെ പങ്കും കൂടി അനിതാര പഠിച്ചോളൂ. ഈറനായ ഒരു പൊട്ടിച്ചിരിയെ തീർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. നീലകണ്ഠന്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് എന്തെല്ലാം സവിശേഷതകളാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്? വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആ ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രിയ AS രചിച്ച താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കൃതി രോഗബാധിതനായിരുന്ന അനിതാര എന്ന പെൺകുട്ടിയുടെ ബാല്യകാല അനുഭവങ്ങളെയും അവളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നീലകണ്ഠൻ എന്ന കൂട്ടുകാരനെയും കേന്ദ്രീകരിച്ചുള്ളതാണ്. വീട്ടിൽ നിന്ന് അകന്ന് കഴിയേണ്ടി വന്ന അവൾക്ക് കൂട്ടുകാരും സ്നേഹവും പരിചരണവും വലിയ ആശ്വാസമായി മാറുന്നു. വീട്ടുമുറ്റത്തും ആശുപത്രിയിലുമെല്ലാം കൂട്ടുകാരുടെ ഓർമ്മകൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. രോഗം കാരണം സാധാരണ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നെങ്കിലും കൂട്ടുകാരുടെ സ്നേഹവും സ്കൂളിലെ സന്തോഷകരമായ ഓർമ്മകളും അവൾക്ക് ആത്മവിശ്വാസം നൽകി. നീലകണ്ഠനുമായുള്ള സൗഹൃദം അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നു. അനിതാരയുടെ ജീവിതത്തിലെ വേദനകളും സന്തോഷങ്ങളും ഒരുപോലെ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അവളുടെ അമ്മയും കുടുംബവും അവൾക്കായി നൽകുന്ന കരുതലും ശ്രദ്ധയും ഹൃദയസ്പർശിയാണ്. രോഗാവസ്ഥയിലും പഠനത്തോടും ജീവിതത്തോടുമുള്ള അവളുടെ താല്പര്യം നഷ്ടപ്പെടുന്നില്ല. അവസാനം അനിതാരയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അവൾ നേരിടുന്ന പ്രതിസന്ധികളും വായനക്കാരിൽ സഹാനുഭൂതി ഉണർത്തുന്നു. കുട്ടികളുടെ മനസ്സിലെ നിഷ്കളങ്കതയും സൗഹൃദത്തിന്റെ ശക്തിയും കുടുംബ ബന്ധങ്ങളുടെ ആഴവും ഈ കൃതി മനോഹരമായി അവതരിപ്പിക്കുന്നു. താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി ഒരു സാധാരണ കഥയല്ല. ബാല്യത്തിന്റെ ഓർമ്മകളും സൗഹൃദവും സ്നേഹവും ജീവിത പ്രതീക്ഷയും മനോഹരമായി ചേർത്ത് വെച്ച ഹൃദയസ്പർശിയായ കൃതിയാണ്. 11th ക്വസ്റ്റ്യൻ, കളിവിളക്കിൻ തിരുനാളം എന്ന ശീർഷകം കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥാഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട്? അഭിപ്രായം കുറിക്കുക.
കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയായ തിരനോട്ടം എന്ന കൃതിയിലെ ശ്രദ്ധേയമായ ഒരു അനുഭവമാണ് കളിവിളക്കിൻ തിരുനാളം. ബാല്യകാലത്ത് കഥകളിയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആകർഷണവും പിന്നീട് ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി മാറിയ ആ അനുഭവമാണ് ഈ ഓർമ്മക്കുറിപ്പിലൂടെ അവതരിപ്പിക്കുന്നത്. നിലവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അനങ്ങാതെ ഇരിക്കുന്ന ഹനുമാന്റെ രൂപം കുട്ടികളിൽ ഒരേ സമയം ഭയവും കൗതുകവും സൃഷ്ടിക്കുന്നു. അത് പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാൻ വേഷമാണെന്ന് മനസ്സിലാക്കുന്നതോടെ ആ കാഴ്ചയുടെ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. പെട്ടെന്ന് ഹനുമാൻ എഴുന്നേറ്റ് ശക്തമായി ചവിട്ടുന്നതോടെ കുട്ടികളുടെ പേടി കൂടുന്നു. എന്നാൽ അരങ്ങിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള തയ്യാറെടുപ്പായിരുന്നു അതെന്ന് പിന്നീട് മനസ്സിലാക്കുന്നു. ഭയന്ന കുട്ടികൾ ഓടിപ്പോകുന്നതും വഴിയറിയാതെ പൊട്ടക്കിണറ്റിൽ വീഴുന്നതുമെല്ലാം രംഗത്തിന് നർമ്മം നൽകുന്നു. പിന്നീട് ഭയന്നോടിയ കുട്ടികൾ വീണ്ടും കളിയരങ്ങിന് സമീപം എത്തുന്നു. അപ്പോൾ തങ്ങളെ പേടിപ്പിച്ച അതേ ഹനുമാൻ അരങ്ങിൽ മനോഹരമായി അഭിനയിക്കുന്നത് അവർ കാണുന്നു. ആദ്യം തോന്നിയ ഭയം പതിയെ മാറി ആ കഥാപാത്രത്തോടുള്ള കൗതുകവും കലയുടെ ആസ്വാദനവും വളരുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഹനുമാന്റെ യുദ്ധരംഗങ്ങളും ചലനങ്ങളും ഉങ്ങിൻ കൊമ്പൊടിച്ച് രാക്ഷസന്മാരോട് പൊരുതുന്നതുമെല്ലാം ബാലനായ രാമൻകുട്ടി നായരെ ഏറെ ആകർഷിപ്പിക്കുന്നു. ആ രംഗങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉങ്ങിൻ കൊമ്പിൽ നിന്ന് തെറിച്ചു വന്ന കായ് മൂക്കിൽ പതിക്കുന്ന അനുഭവം അദ്ദേഹം ഓർത്തെടുക്കുന്നു. ആ ചെറിയ വേദന പോലും പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിൽ മായാത്ത കലാനുഭവമായി മാറുന്നു. ലളിതമായ ഭാഷയും സ്വാഭാവികമായ ആഖ്യാന രീതിയുമാണ് ഈ ഓർമ്മക്കുറിപ്പിന്റെ പ്രത്യേകത. ഒരു കുട്ടിയുടെ മനസ്സിൽ കഥകളിയോടുള്ള ഇഷ്ടം എങ്ങനെ വളർന്നു എന്നതും ആ ചെറിയ അനുഭവം പിന്നീട് പ്രശസ്തനായ കഥകളി ആചാര്യനായ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ കലാജീവിതത്തിന് എങ്ങനെ പ്രചോദനമായി എന്നതും ഈ കൃതിയിലൂടെ മനസ്സിലാക്കാം. കളിവിളക്കിൻ തിരുനാളം അദ്ദേഹത്തിന്റെ കലാജീവിതത്തിൽ ആദ്യമായി തെളിഞ്ഞ കലയുടെ വെളിച്ചത്തിന്റെ ഓർമ്മ കൂടിയാണ്. നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിന്റെ 4 വരികൾ എഴുതിയിട്ടുണ്ട്. ജാതി മതം അതിനെ കുറിച്ചിട്ടാണ് ആ വരികൾ കേട്ടോ. ഈ വരികളിലെ ജീവിത ദർശനത്തിന്റെ സമകാലിക പ്രസക്തി വിവരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ മതഭേദം ജാതിഭേദം ഏതുമില്ലാതെ സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന വാക്കുകൾ ഇന്നും വളരെ പ്രസക്തമാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കരുതെന്നാണ് ഗുരു ഈ വരികളൂടെ പറയുന്നത്. എല്ലാവരും തുല്യരാണെന്നും പരസ്പരം സഹോദരങ്ങളെ പോലെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കഴിയണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ഇന്നും സമൂഹത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വിവേചനങ്ങൾ ചിലയിടങ്ങളിൽ കാണാം. ഇത്തരം അനീതികൾ ഇല്ലാതാക്കി സമത്വവും സാഹോദര്യവും വളർത്തേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ജാതി മത വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരെയും ഒരുപോലെ കാണുമ്പോഴാണ് നല്ലൊരു സമൂഹം സൃഷ്ടിക്കാനാകുന്നത്. ഇതാണ് ആ വരികളുടെ മീനിങ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് സെക്ഷൻ, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. താളുകൾക്കിടയിലുള്ള മയിൽപ്പീലി, അതിലെ കുറച്ച് വരികളാണ് തന്നിരിക്കുന്നത്. സൂചനകളും കഥയും വിശകലനം ചെയ്ത് അനുതാര എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലെ വരികൾ നോക്കിയേ. എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എന്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാൻ ഇങ്ങനെ. അപ്പൊ ഒരുപാട് അസുഖങ്ങളുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ ഒരു അസുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് സമയങ്ങളിൽ ഈ പാഠപുസ്തകത്തിൽ തന്റെ കണ്ണീര് വീഴുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും മനോഹരമാക്കേണ്ടിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞുപോയ ഒരു ഇതൾ പോലെ നുണയാൻ മധുരമില്ലാത്ത കൂട്ടിന് കളിമേളങ്ങളില്ലാതെ. ഇത്രയും വരികളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ വേദനാജനകമായിട്ടുള്ള ആ ഒരു അസുഖങ്ങളും അതിലൂടെ ആ കുട്ടി അനുഭവിക്കുന്ന കാര്യങ്ങളുമാണ് പറയുന്നത്. കൂട്ടില്ല, അതുപോലെ കരിഞ്ഞൊരു ഇല പോലെ പറയുന്നു, അതുപോലെ മധുരം ഇല്ലാത്തൊരു മിഠായി പോലെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൊടുത്തിട്ട് അനുതാരയുടെ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം. സൂചനകളും കഥയും അടിസ്ഥാനമാക്കി കഥാപാത്രത്തെ വിലയിരുത്തുമ്പോൾ സ്നേഹവും കരുതലും ആത്മബന്ധവും ഉള്ള വ്യക്തിയാണെന്ന് അനുരാഗതയെ കാണാൻ കഴിയുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു നിൽക്കാൻ അദ്ദേഹത്തിനല്ല അവൾക്ക് എന്ന് എഴുതിക്കോളൂ കേട്ടോ, അവൾക്ക് കഴിയുന്നില്ല. ബാല്യകാലത്തെ ഓർമ്മകളും ബന്ധങ്ങളും അദ്ദേഹത്തിനല്ല അവൾക്ക് മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനും അതിനെ വിലമതിക്കാനും അവൾക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന വികാര സമ്പന്നയും ഹൃദയാലുവുമായ കഥാപാത്രമാണ് അനുരാധ എന്ന് പറയാം. ഇനി അതിന്റെ കൂടെ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ, ആ ഒരു കഥയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ തൊട്ട് മുൻപ് ആ കഥയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് കണ്ടുല്ലോ, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കഥാപാത്ര നിരൂപണം കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. എപ്പോഴും ആ ഒരു കഥാപാത്രത്തെ പറ്റി എഴുതിയിട്ട് പിന്നെ കഥയിൽ എന്തെങ്കിലും സന്ദർഭങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ചികിത്സയിൽ ഇരിക്കുന്ന കാര്യം, അതുപോലെ തന്നെ മധുരം ഇല്ലാതെ നുണയുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്, കരിഞ്ഞ ഒരു ഇല പോലെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു കവിതയാണ് വരിക. ആ കവിതയെ നിങ്ങൾ ആശയം അതല്ലെങ്കിൽ അതിന്റെ ഒരു ആസ്വാദന കുറിപ്പ് എഴുതുക. അത് ആരാണ് എഴുതിയത്, ഏതാണ് കവിത, പിന്നെ ആ വരികൾ ഓരോന്നും വായിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അത് വെച്ചിട്ട് എഴുതുക.
അപ്പൊ ആദ്യം എഴുതേണ്ടത് ഈ ജിനൻ രചിച്ച നാവറിഞ്ഞ മലയാളം എന്ന കവിതയിലെ വരികളാണിത് എന്ന് പറഞ്ഞിട്ട് ഓരോ കവിതയിലെ ലൈൻസും വായിച്ചിട്ട് നമ്മളൊന്ന് വിശകലനം ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് എക്സാമിന് പോവുക, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റും.